നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. വടയോ? ഇത്രയും വട എവിടുന്ന് കിട്ടി? ആദ്യം നീ ചോദിച്ചതിന് സമാധാനം പറ. ഇത്രയും വട ഈ രാവിലെ നിനക്ക് എവിടുന്ന് കിട്ടി? അമ്മ ആരോടും പറയണ്ട, ഞാൻ പോയി എടുത്തതാ. നീ പോയി എടുത്തതോ? എവിടുന്ന്? താഴത്തെ കിച്ചണില്ലേ, ആ. ഞാൻ ചെല്ലുമ്പോ ബേസണിൽ ഈ വട ഉണ്ടായിരുന്നു. 2 അവിടെ വെച്ച് കഴിച്ചു, ബാക്കി ഞാനിങ്ങ് എടുത്തു. അമ്പട കള്ള, നീയാളോ മിടുക്കനാണല്ലോ. അല്ല മോനെ, നീ ഇത് എടുക്കുന്നത് ആരും കണ്ടില്ലല്ലോ അല്ലേ? ഇല്ല അമ്മേ, ഞാൻ വളരെ ശ്രദ്ധിച്ചെടുത്ത്, ആരും കണ്ടിട്ടില്ല. നീ ആള് മിടുക്കം തന്നെയാടാ. ആ, രാവിലെ ഏതായാലും കുശാലായി. അതെ, ആ തന്തയും മോളും വരുമ്പോ നീ ഇതൊന്നും പറയാൻ നിക്കണ്ട. ഭയങ്കര അഭിമാനികളാ രണ്ടും. കൊള്ളാല്ലേ? ആ മണിയേട്ടാ, 20 വട ഇല്ലേ? ചട്നി വയ്ക്കാമല്ലോ. ആ ശരി, ഇപ്പൊ കൊടുത്തുവിടാം. വട മാത്രം മതിയല്ലോ. ശരി ശരി ശരി. അവിടെ ആരാ ഉള്ളേ? ഷടാ, ഇതിൽ കിടന്ന വടയൊക്കെ എവിടെ പോയി? ഇനി കസ്തൂരി എടുത്ത് ആർക്കെങ്കിലും പാഴ്സലായിട്ട് കൊടുത്തു വിട്ടോ? മോളെ മോളെ എന്താച്ചാ? മോളെ, ഈ ബേസിൽ കിടന്ന ബാക്കി വടയൊക്കെ എവിടെ? നീ ആർക്കെങ്കിലും പാഴ്സൽ കൊടുത്തോ? ഇല്ലല്ലോ അച്ഛാ, ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. പിന്നിത് എവിടെ പോയി? നമ്മുടെ മണിയേട്ടൻ വിളിച്ച് 20 വട ഓർഡർ ചെയ്തതാ. ഇതിപ്പോ തികയത്തില്ലല്ലോ. ബാക്കി വട എവിടെ? എനിക്കറിയില്ല അച്ഛാ. അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ഇനി വല്ല പൂച്ച വന്നതായിരിക്കോ? അതെന്ത് പൂച്ചയാ? 10-25 വട ഒരുമിച്ച് നിന്ന പൂച്ചയോ? ഇത് പൂച്ചയൊന്നുമല്ല, ആരോ മനപ്പൂർവ്വം എടുത്തോണ്ട് പോയതാ. എങ്കി അതൊന്നും അറിയണമല്ലോ. ഇവിടെ വന്ന് ഈ അഹങ്കാരം കാണിച്ചത് ആരാന്ന് അറിഞ്ഞിട്ട് തന്നെ ഉള്ളു കാര്യം. അമ്മയും മുത്തശ്ശി എന്താ ലേറ്റ് ആവുന്നത്? രണ്ടുപേരും അമ്പലത്തിലേക്ക് പോയിട്ട് കുറച്ചു നേരം ആയല്ലോ. മോന്റെ കല്യാണം നടന്നു കിട്ടാൻ വേണ്ടി പ്രത്യേക പൂജയും വഴിപാടും ഒക്കെ ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞ് വരണ്ടേ?
നമ്മൾ പോയി കണ്ട കുട്ടിയെ പറ്റി ശ്രീകലാമ്മ തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? അമ്മ ആകെ കൺഫ്യൂഷനിലാണെന്ന് തോന്നുന്നു. എന്നാലും അമ്മയ്ക്കത് വിട്ടുകളയാനൊരു മടി. മിക്കവാറും അമ്മ അത് തന്നെ എനിക്ക് വേണ്ടി ഉറപ്പിക്കുന്നാ തോന്നുന്നേ. എന്ത്, നിനക്കതിൽ താല്പര്യക്കുറവ് വല്ലതും ഉണ്ടോ? അല്ല, നിനക്ക് താല്പര്യക്കുറവുണ്ടെങ്കിൽ അക്കാര്യം ശ്രീകലാമ്മയോട് തുറന്നു പറയണം. നിന്റെ ലൈഫിന്റെ കാര്യമല്ലേ അല്ലേ ഡാഡി? ആ സംഗതി നീ പറഞ്ഞത് ശരിയാ. സ്വന്തം ജീവിതത്തിൽ അവനവന്റെ ഇഷ്ടങ്ങൾക്ക് തന്നെയാണ് പ്രാധാന്യം. എന്നാലും ശ്രീകലയോട് കാര്യങ്ങൾ വെട്ടിത്തുറന്നു പറഞ്ഞാൽ ശ്രീക്കത് വിഷമാവും. ഇവന്റെ കാര്യത്തിൽ അവൾ അത്രയ്ക്ക് കൺസേൺഡാ. അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് തമ്പിയച്ച. പക്ഷെ അമ്മ എന്റെ ഇഷ്ടങ്ങൾ കൂടി കൺസിഡർ ചെയ്യുന്നില്ലോ എന്ന് ഓർത്തിട്ടാ എന്റെ വിഷമം. അതിലൊരു പരിധിവരെ ശ്രീകലയെ കുറ്റം പറയാൻ പറ്റില്ല സന്ദീപ്. ദേവൂട്ടിയോട് നിനക്കുള്ള ഇഷ്ടം നിന്റെ അമ്മയ്ക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ ഒരു അമ്മയുടെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരുപാട് കുറവുകളുണ്ട്. സാമ്പത്തികമല്ല ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ ശാരീരികമായി തന്നെ. ഇനി അതൊക്കെ പോട്ടെ എന്ന് വെച്ചാലും ആ കുട്ടി ഒരു അനാഥയല്ലേ? ശാരീരികമായ ന്യൂനതകളുള്ള അനാഥയും ദരിദ്രയുമായൊരു പെൺകുട്ടി തൻ്റെ മകന്റെ ഭാര്യയായി വരണമെന്ന് ഒരമ്മയും ആഗ്രഹിക്കില്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ പോലൊരു വ്യക്തി. മോനെ, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഞാൻ. റിയാലിറ്റി ഞാനെന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. അതും കൂടി മനസ്സിലാക്കി വേണം നീ അമ്മയോട് പെരുമാറാൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തമ്പിയച്ച. എന്തോ അഭിനയം! ഇത്രയും സ്നേഹമുള്ളൊരു സ്റ്റെപ്പ് ഫാദർ ലോകത്ത് വേറെ എവിടെയും കാണില്ല. അതെ, ഈ ജീവിതത്തിലെ അഭിനയത്തിന് ഓസ്കാർ ഉണ്ടെങ്കിലേ അത് മിസ്റ്റർ തമ്പിക്കായിരിക്കും കിട്ടുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ എന്റെ മോള് ഒട്ടും മോശമല്ലല്ലോ. അതെ, അവൻ പറഞ്ഞതുപോലെ മിക്കവാറും ആ ശ്രീകലാമ്മ ആ ശ്യാമിലിയെ തന്നെ ഉറപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. അതെന്ത് വേണമെങ്കിലും ആവട്ടെ, ഉറപ്പിക്കൽ മാത്രമല്ലേ നടക്കൂ. കല്യാണം സ്വർഗത്തിലല്ലേ സംഭവിക്കൂ.